നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ബീറ്റൻ കോഫിയാണ്. വളരെ വേഗത്തിൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു കോഫി എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല അടിപൊളി ഒരു കോഫി നമുക്ക് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രൂ ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഒരു 3 മുതൽ 4 ടീസ്പൂൺ വരെ പഞ്ചസാര വേണം. 1 കപ്പ് പാൽ വേണം. ഇത് തിളപ്പിച്ച പാലാണേ. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു കപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതെടുക്കുന്നത് 2 ചെറിയ കപ്പിന് കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 മുതൽ 4 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്കോ ഒരു വിസ്കോ അതും അല്ലെങ്കിൽ നമുക്കൊരു നോർമൽ സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ കൂടെ നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിന്നിവിടെ വിസ്ക് വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഒരുപാട് ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതിയാവും. ഏകദേശം 1 മിനിറ്റോടുകൂടി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റായിട്ട് കിട്ടും. ഇതങ്ങനെ ഒരുപാട് തിക്കായിട്ട് നമ്മുടെ ഡാൽഗോന കോഫി ക്യാപ്പച്ചിനോ ഒക്കെ ചെയ്യുന്ന അത്രയായിട്ട് നമുക്കിത് കട്ടിയായിട്ടൊന്നും വേണ്ട. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ പഞ്ചസാര ഇതിലൊന്ന് ഡിസോൾവ് ആവുന്നത് വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാണ്. ഇപ്പം ഇത് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഞ്ചസാരയും പാലും കോഫി പൗഡറും ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലാസ്ക് എടുക്കാം. ഇനി ഈ ഫ്ലാസ്കിലേക്ക് നമുക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തിളപ്പിച്ച പാലാണ് എടുത്തിരിക്കുന്നത്. ഈ തിളപ്പിച്ച പാൽ നമ്മൾ ഈ ഫ്ലാസ്കിലൊന്ന് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നല്ല പതയൊക്കെ ഒന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് ഷേക്ക് ചെയ്തെടുക്കണം. നമുക്കിനി ഇത് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് നല്ലതുപോലെ ഷേക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ ഈ പാലിൽ നിന്ന് നല്ലതുപോലൊരു പത വരണം. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്ലാസ്ക് ആയാലും അത് വെച്ചിട്ട് നല്ലതുപോലെ പാൽ അതിലൊന്ന് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കോഫി നല്ല പോലെ വരുള്ളൂ. ഇപ്പം ഞാൻ നമ്മുടെ ഫ്ലാസ്കിൽ നിന്ന് ഈ പാൽ ഒരു കപ്പിലേക്ക് ഒഴിക്കുകയാണേ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ ഷേക്ക് ചെയ്തതുകൊണ്ട് എത്ര പത ഇതിൽ വന്നിട്ടുണ്ടെന്ന്. ഈ പതയൊന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ഷേക്ക് ചെയ്തത്. ഞാനിപ്പം ഈ 2 ചെറിയ കപ്പിലാണ് കോഫി എടുക്കാൻ പോകുന്നത്. ഈ 2 കപ്പിന് ഞാനെടുത്ത പാല് കറക്റ്റായിരിക്കും. ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫിയുടെ ആ മിക്സ്ചർ നമുക്കൊരു 1.5 മുതൽ 2 ടീസ്പൂൺ വരെ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിതിൻ്റെ കൺസിസ്റ്റൻസി കാണാൻ പറ്റുന്നില്ലേ? ഇത് ഒരുപാട് അങ്ങ് തിക്കായിട്ടില്ല, എന്നാൽ ഒത്തിരി അങ്ങ് തിന്നുമല്ല. ഇനി നമ്മൾ ഷേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ കപ്പൊന്ന് ചരിച്ചു വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ പാല് നമ്മുടെ കോഫി മിക്സറിന് മേലെ ജസ്റ്റ് ഒന്ന് റൗണ്ടായിട്ട് ചുറ്റിച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ അടുത്ത കപ്പിലും നമുക്ക് ഈ പാൽ ഒഴിക്കാം. ഇപ്പം ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള പാലിൻ്റെ ആ ഒരു ഫോം എടുത്തിട്ട് ഒരു 2-3 ഡ്രോപ്പ് നമുക്ക് ഈ കോഫി കപ്പിന് മേളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പം വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 വലുതും 2 ചെറുതുമായിട്ടുള്ള ഡ്രോപ്സ് പോലെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചായയുടെ ഫിൽറ്ററോ കോഫിയുടെ ഫിൽറ്ററോ എടുത്തിട്ട് ജസ്റ്റ് അതിൽ കുറച്ച് കോഫി പൗഡർ അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഇട്ടിട്ട് കുറച്ച് കോഫി പൗഡർ ഇതിൻ്റെ മേലെ അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഇതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു ചോപ്പ് സ്റ്റിക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവറിൻ്റെ ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന് മേലെ ഇത് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മേലെ ബാക്കിയുള്ള കുറച്ച് നമ്മുടെ മിൽക്കിൻ്റെ ഫോം കൂടെ വെച്ചിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എനിക്ക് കോഫിയൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണ ഇത് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് അതോട് കൂടിയിട്ട് നിർത്താം കേട്ടോ. വീണ്ടും ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഒരു ചോപ്പ് സ്റ്റിക്കോ വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 2 ഇതിലും ഒരേപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ കപ്പിൽ ഞാൻ ജസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുകയാണേ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ടൂത്ത് പിക്ക് വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ചെയ്യുന്നത് കട്ടിയുള്ളൊരു ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ ഡിഫറൻസും കാണാൻ പറ്റുന്നുണ്ടാവും. എനിക്കെപ്പോഴും ഇങ്ങനെ ചെറിയൊരു ടൂത്ത് പിക്ക് വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഡെക്കറേറ്റീവായിട്ട് ഇഷ്ടപ്പെടാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റൻ കോഫി റെഡി ആയിക്കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയുമാണ്, കാണാൻ വളരെ അട്രാക്റ്റീവുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഇനി വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അവരുടെ മുന്നിൽ നമുക്കൊരു സ്റ്റാർ ആവണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്